ഇപ്പോൾ നമ്മോടൊപ്പം ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, യുവജന ക്ഷേമ ബോർഡ് ചെയർമാൻ കൂടിയായ എസ് സതീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സതീഷ്, എങ്ങനെയാണ് പുഷ്പാട്ടൻ്റെ ഈ പോരാട്ട ജീവിതത്തെ ഓർത്തെടുക്കുന്നത്? പുഷ്പേട്ടൻ മറ്റാരോടും സാമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു ധീരനായ പോരാളിയാണ്. നമുക്കേവർക്കും അറിയുന്ന പോലെ കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ തുടർന്ന് നീണ്ട 30 വർഷക്കാലമായി ചലനമറ്റ് കിടക്കുകയാണ് പുഷ്പേട്ടൻ. ഈ നാട്ടിലെ പോരാട്ടങ്ങൾക്ക് ഊർജ്ജമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉറച്ച രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായ നിലപാട് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ മുറുകെ പിടിക്കാനും അത് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അത് അതിജീവിക്കാൻ വേണ്ടുന്ന ഊർജം ചലനമറ്റ് കിടക്കുമ്പോഴും നൽകിയ പുഷ്പേട്ടൻ മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത നമ്മുടെ കേരളത്തിലെ പോരാളികളുടെ ഏറ്റവും വലിയ ഒരു പോരാളിയാണ് എന്ന കാര്യത്തിൽ സംശയം വേണം. പുഷ്പേട്ടനായിട്ട് ഞങ്ങൾ യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിരവധി തവണ വന്ന് ബന്ധപ്പെടുകയുണ്ടായിരുന്നു. ഓരോ സന്ദർശനത്തിലും നമുക്ക് ഓരോ ഊർജം പകരുന്ന അനുഭവമായിരുന്നു പുഷ്പേട്ടൻ്റേത്. കേരളത്തിൻ്റെയും ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ രാഷ്ട്രീയ സംഭവവാസങ്ങളെ സംബന്ധിച്ചും താൻ കിടക്കുന്ന കിടക്കയിൽ കിടന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കാനും അതിനെ വിശകലനം ചെയ്യാനും യുവജന സംഘടനാ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങളോട് അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും എല്ലാം പുഷ്പേട്ടൻ എടുത്തിട്ടുള്ള നിലപാട് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഈ കേരളവും ഇന്ത്യയും കണ്ടിട്ടുള്ള എണ്ണമറ്റ പോരാളികളിൽ ഏറ്റവും ഉജ്ജ്വലമായി ജ്വലിച്ചു നിൽക്കുന്ന പോരാളിയാണ് പുഷ്പേട്ടൻ എന്ന കാര്യത്തിൽ സംശയമില്ല.